ED എന്താ നോക്കുന്നത്? ഇവിടെ പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നാണ് അവരന്വേഷിക്കുന്നത്. അവരത് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന് എന്താണ് എതിർപ്പ്, പ്രതിഷേധം? ഒറ്റ പ്രതിഷേധമേ ഉള്ളൂ. കാരണമെങ്കിൽ EDക്ക് വേണമെങ്കിൽ പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്യാം, അതിൻ്റെ പേരിൽ ചിലരെ അറസ്റ്റ് ചെയ്യാം, പ്രതികളെന്ന് അവർക്ക് തോന്നുന്നവരെ അറസ്റ്റ് ചെയ്യാം. അത് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പോലീസിന് അന്വേഷണം നടന്നാൽ മതി, അതങ്ങനെ നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ മിണ്ടാതിരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതനുസരിച്ചാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം മന്ദീഭവിപ്പിക്കേണ്ടി വന്നത്. PT കുഞ്ഞുമുഹമ്മദ് CPMന്റെ ഒരു സഹയാത്രികനാണ്, അവിടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു പരാതി വന്നു. എന്താണ് മറ്റു കേസുകളിൽ കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസുകളിലൊക്കെ കണ്ട ആവേശം അല്ലെങ്കിൽ വേഗത, സ്പീഡ്, ഇത് കാണാത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയിട്ട് ദിവസങ്ങൾക്ക് ശേഷമാണത് പോലീസിന് കൈമാറുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുവരെ പരാതിക്കാരുടെ മൊഴിയെടുത്തിട്ടില്ല. രഹസ്യ മൊഴിയെടുക്കാൻ കോടതിയിൽ അപേക്ഷ കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഈ പരാതിയിൽ കുറ്റക്കാരനായിട്ട് പറയുന്ന ആളിനെ, PT കുഞ്ഞുമുഹമ്മദിനെ ഒന്ന് ചോദ്യം ചെയ്യണ്ടേ? അതെന്താണ് പോലീസിന് കഴിയുന്നില്ല? അപ്പോൾ അതാ പറഞ്ഞത്, കുഞ്ഞുമുഹമ്മദിനൊരു നീതി, മുകേഷിനൊരു നീതി, P ശശിക്കും PK ശശിക്കും ഒരു നീതി, രാഹുൽ മാങ്കൂട്ടത്തിലിന് മറ്റൊരു നീതി.